ഹായ്, ആകാശ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഓഗസ്റ്റ് 14 വീഡിയോ ആട്ടോ. കാരണം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് 15 മോൾക്ക് ലീവായിരുന്നു, മിയാമോക്ക്. അപ്പോൾ 14 അവൾക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നേ മോൾക്ക്. അപ്പോൾ അതിന് അവിടെ ഭരതനാട്യത്തിന് ഡാൻസ് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡാൻസ് ചേർന്ന കുഞ്ഞുങ്ങളെ അവർ ഭരതനാട്യത്തിന് വെൽക്കം ഡാൻസ് ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിന് ഒരുക്കുവാണ്. അവർക്ക് ഡ്രസ് കോഡ് വന്നേക്കുന്നത് ഈ ബ്ലൂ ഡ്രസ്സാട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ കൊടുത്ത് മേടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ആണെങ്കിൽ ഞാൻ ആകാശക്കുട്ടീനെ കൂടെ ഉറക്കി കിടത്തിയിട്ട് അച്ഛൻ ഏൽപ്പിച്ചിട്ടാട്ടോ വന്നേക്കുന്നത്. കാരണം ഞാനും കൂടെ ഒരുക്കാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. ഇല്ലെങ്കിൽ ചെറിയതായിരുന്നെങ്കിൽ ചേച്ചിമാരെ ഒരുക്കി വിട്ടേനെ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി ഒരുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും കൂടെ കൂടിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കാരണം 8:30 സ്കൂളിൽ എത്താൻ വേണ്ടി പറഞ്ഞാണേ. അപ്പോൾ പക്ഷേ നമ്മൾ എത്തിയപ്പോൾ ലേറ്റായിപ്പോയിന്നേ. ഒരുക്കി വന്ന് 8:45 ഒരുക്കി തീർന്നപ്പോഴത്തേക്ക്. കാരണം നമ്മൾ ആദ്യമായിട്ടാട്ടെ ഈ ഡ്രസ്സ് നമ്മൾ കുഞ്ഞിനെ ഒരുക്കുന്നത്. നമ്മൾ വേറെ ആരും ഒരുക്കി വെച്ചിട്ടില്ല കേട്ടോ. നമ്മളാരും ഭരതനാട്യം പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ആ ഡ്രസ്സ് മേടിച്ച് എങ്ങനെയൊക്കെയോ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ കേട്ടോ അവളെ ഒരുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സങ്ങ് ഇട്ടു കേട്ടോ. ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാല ഇട്ടു കേട്ടോ. ആദ്യം നമ്മൾ ഫസ്റ്റ് മുടി അങ്ങ് കെട്ടിയായിരുന്നു. പിന്നെ ഓർത്തയ്യോ മാല ഇടാതെ മുടി കെട്ടിക്കഴിഞ്ഞാൽ മുടി കെട്ടാൻ പറ്റില്ലെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ മാലയും കൂടെ ഇട്ട് അപ്പോൾ കുറച്ച് മുടി മേളിൽ കൊണ്ട പോലെ കെട്ടും, ബാക്കി മുടി പിന്നി ഇടുകയാണ്. പിന്നി ഇട്ടിട്ട് അതിനകത്ത് പൂ വെക്കുക, അങ്ങനെ ആട്ടോ ചെയ്തത്. അതൊക്കെ ലാസ്റ്റ് ആട്ടോ ഓർത്തെ കാലിൽ ഇതെന്തോ അൾത്ത അങ്ങനെ കണ്ടാട്ടോ പറയുന്നത്. അപ്പോൾ അത് തേക്കണം. അങ്ങനെ കാലിലും 2 കയ്യിലും അത് തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവൾക്ക് അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ വീട്ടിൽ വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദ്യത്തെ 2 പീരീഡോ അങ്ങനെ എങ്ങാണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ആയമാരുണ്ട്, അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കും, നിങ്ങൾ യൂണിഫോം കൊടുത്ത് വിടണമെന്ന് കേട്ടോ ഫസ്റ്റ് പറഞ്ഞേ. പക്ഷേ തിരിച്ച് 3:30 മോള് തിരിച്ച് വന്നപ്പോൾ ഇവൾക്ക് ഈ ഡ്രസ്സിൽ തന്നെ കേട്ടോ വന്നത്. അപ്പം പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല, അത് തന്നെ ഇട്ടുകൊണ്ടിരുന്നു. അതുമല്ല കേട്ടോ, അവരെ കൊണ്ടും പറ്റുമെന്ന് തോന്നില്ല. കാരണം നമ്മളാണല്ലോ ഇതൊക്കെ സെറ്റ് ചെയ്ത് അവിടെയും പിന്നുകുത്തി ഇവിടെയും പിന്നുകുത്തി. മുടിയാണെങ്കിൽ കുറേ ചരടൊക്കെ ഇട്ട് കെട്ടി, ഒത്തിരി മുടിക്ക് നീളമില്ലല്ലോ. അങ്ങനെ ചരടൊക്കെ ഇട്ട് കെട്ടിയിട്ടൊക്കെ നമ്മളാണല്ലോ ഇവിടെ. അപ്പോൾ കറക്റ്റായിട്ട് അഴിക്കണമെങ്കിൽ ഈ കെട്ടിയവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ചേച്ചി ഇത് അവരെങ്ങനെ നമ്മളിങ്ങനെ കെട്ടിയെന്നൊക്കെ അറിയുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിക്കുമായിരുന്നു. ഏതായാലും അവർ അഴിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ ഓരോന്നും ചേഞ്ച് ചെയ്ത്. കാരണം നമ്മൾ ഈ ഡ്രസ്സിൻ്റെ തന്നെ അവിടെ എവിടെയൊക്കെ ഇവർക്ക് ബ്ലൗസൊക്കെ ഇത്തിരി വലുതായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ആൾട്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പിന്ന് കുത്തി വെച്ചിട്ടേക്ക് വേണമായിരുന്നേ. അപ്പോൾ പിന്നൊക്കെ അഴിക്കണമെങ്കിൽ അവർ പെട്ടെന്ന് വലിച്ചെടുത്ത് അവർക്ക് അറിയില്ലല്ലോ. അവരഴിക്കാഞ്ഞതും കാര്യമായിട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടാട്ടോ ചേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കല്ലോ. ശരിക്കും ഇത് ഇങ്ങനെ ഒരുക്കുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരാം, ഇവർക്ക് UKG വെച്ചിട്ടാണോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരുക്കിക്കൊണ്ട് പോയിട്ടാണ്. അപ്പോഴാണ് കണ്ണിൻ്റെ പിരികത്തിൻ്റെ മേളിലും താഴെയൊക്കെ ഇങ്ങനെ ശിങ്കാറൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഓർമ്മയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, ചേച്ചി മേളിലും താഴെയൊക്കെ ഇത് കുത്തണ്ടേ? അന്ന് കയ്യിൽ കാലിൽ അൾത്ത തേച്ചല്ലോ, അതിന് ഫുൾ സൈഡിലൊക്കെ തേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി അതൊക്കെ തേക്കാൻ ഇല്ലടി, അത് രാധയ്ക്കാണ്, ഇതിനല്ലാന്ന്. മൊത്തത്തിൽ ഒരിക്കൽ മൊത്തത്തിൽ ചേഞ്ച് ആയോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഒരുമാതിരിയൊക്കെ ഒരുക്കി എടുത്തു കേട്ടോ. പിന്നെ ഇതിലും നല്ല മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു കസിൻ കൊച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഭരതനാട്യം. അപ്പോൾ അവൾക്കാണെങ്കിൽ നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ മേടിച്ച് വെച്ച്, പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അത് മിസ്സായി കഴിഞ്ഞാൽ എന്തോ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തില്ല. കാരണം നമ്മളല്ലല്ലോ ഇതൊക്കെ തിരിച്ച് ആയമാരാണല്ലോ ഊരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇവിടെ ഏത് കാര്യത്തിന് എന്തെങ്കിലും ഒരു സാധനം മിസ്സാവാതിരിക്കില്ല കേട്ടോ. ബുക്കാണെങ്കിൽ ബുക്ക്, പുസ്തകമാണെങ്കിൽ ബുക്ക്, വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നല്ല ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്സായാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളത് തന്നെ കുറച്ചേ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ലേറ്റ് ആവുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും കേട്ടോ. ചോദിച്ചാണെങ്കിൽ ആദ്യം തന്നെ കൊച്ചിനെ എടുത്തോളുമ്പോൾ ആദ്യം തന്നെ പോവുക കേട്ടോ. കാരണം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അസംബ്ലി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളത് കുഴപ്പമില്ല, മോളെ കയറിപ്പോൾ കാണാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഒരുങ്ങി ചെല്ലുന്നുണ്ട് അവരും ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നില്ല കേട്ടോ. നമ്മൾ ഗേറ്റ് വരെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് അവിടെ നിൽക്കുന്ന ആയമാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു കേട്ടോ, ഇങ്ങനെയാണ് മോൾ, ആ ക്ലാസ്സാണ്, ഇങ്ങനെ ഊരുമ്പം കറക്റ്റായിട്ട് ഊരണം, ആ ക്ലാസ്സിലാണ് നോക്കിക്കോളേന്ന് പറഞ്ഞിട്ട് ഒരായെ പറഞ്ഞ് ആ ഒരായമ്മേനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാട്ടോ നമ്മൾ വന്നത്. ഇല്ലെങ്കിൽ അവൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബായ്.